ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനം വിളംബരം ചെയ്ത ചരിത്രപ്രസിദ്ധമായ പിണറായി പാറപ്രം സമ്മേളനത്തിന്റെ 85ാമത് വാർഷികാഘോഷ പരിപാടികൾ വ്യാഴാഴ്ച സമാപിച്ചു. CPM നടത്തിയ വാർഷികാഘോഷ സമാപന സമ്മേളനം പിണറായി കൺവെൻഷൻ സെന്ററിന് സമീപത്തെ ഗ്രൗണ്ടിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ വി ലീല അധ്യക്ഷയായി. ഈ പറഞ്ഞ നയങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് കേരളത്തോടുള്ള പകയായി മാറുന്നു. ആ പക എവിടം വരെ എത്തുന്നു? നികൃഷ്ടമായ രീതിയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം നൽകുന്നത് ഇതേവരെ കേരളത്തിന് ലഭിക്കാത്ത അവസ്ഥയിലേക്ക് അടക്കപ്പെടുത്തിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക. നമ്മൾ ആരോടും യാചിക്കുകയല്ല, നമുക്ക് അവകാശപ്പെട്ടതാണ് ചോദിക്കുന്നത്. ഒരു ദുരന്തമുണ്ടായാൽ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്രത്തിനുണ്ട്. ആ ബാധ്യത നിറവേറ്റണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിന് ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ പൊതുവെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതേസമയം ഒരു കാര്യം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം നേരത്തെയും ദുരന്തം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ, C നന്ദനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K മനോഹരൻ, T ഷബ്ന, T സുധീർ, T അനിൽ, KK രാജീവൻ, PM ദിഷ്ണ പ്രസാദ്, PM അഖിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വാർഷിക വാരാചരണത്തോടനുബന്ധിച്ച് പിണറായി പാറപ്രം ലോക്കലുകളിൽ നടന്ന വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. പിണറായി കമ്പനി മെട്ടയിൽ നിന്നും ആരംഭിച്ച ബഹുജന പ്രകടനം ജനസാഗരമായി. ആഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള രംഗനടിയർ മാർച്ചും ബഹുജന പ്രകടനവും ഇതുവഴി കടന്നു വരികയാണ്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.